കണ്ണൂർ പെരിങ്ങത്തൂരിൽ സ്വകാര്യ ബസ്സിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങി. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട സവാദ്, വിശ്വജിത്ത് എന്നിവരുൾപ്പെടെ 4 പേരാണ് കീഴടങ്ങിയത്. കേസിൽ 2 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. ജൂലൈ 28-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തലശ്ശേരി നാദാപുരം റൂട്ടിലോടുന്ന ആ ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള വിഷ്ണുവിനെയാണ് പെരിങ്ങത്തൂരിൽ വെച്ച് ഈ ആറംഗ സംഘം ആക്രമിച്ചത്. അതിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ ബസ്സിലുണ്ടായിരുന്ന, അതായത് ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 4 പേർ ഒളിവിൽ പോയതാണ്. അതിൽ ഈ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട 2 പേരുണ്ട്. അതാണ് സവാദ് പെരിങ്ങത്തൂരും അതോടൊപ്പം തന്നെ നാദാപുരം സ്വദേശിയായിട്ടുള്ള വിശ്വജിത്തും. ഇവരുൾപ്പെടെ 4 പ്രതികൾ ഒളിവിലായിരുന്നു. അവരിന്ന് വൈകിട്ട് തലശ്ശേരി കോടതിയിൽ കീഴടങ്ങി എന്ന വിവരമാണിപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിലാകെ 6 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിഷ്ണുവിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വിശ്വജിത്തിന്റെ ഭാര്യയോട് മോശമായി പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ബസ്സിൽ കയറിയുള്ള ക്രൂരമായ മർദ്ദനം. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ആ കേസിലാണ് ഇപ്പോൾ 4 പേർ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.